ഹലോ, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പെരുന്നാളിലുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഒന്നുമില്ല കേട്ടോ, ഞാനും ഉസ്മാനും അതേപോലെ അയാനും ചാച്ചുവാണുള്ളത്. അപ്പോൾ ചാച്ചുവിനെ നമ്മളൊന്ന് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ അതിന് മുന്നേ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് ചാച്ചുവിനെയും കൂടി പിക്ക് ചെയ്തിട്ട് പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചാച്ചുവിന് ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ, അതാണ് നമ്മൾ ചാച്ചുവിനെയും കൂട്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ പറയണ്ടല്ലോ, നല്ല പൊരിഞ്ഞ വെയിലാണ്. അല്ലാ, ഇന്നിപ്പോൾ പോയി വരുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് ആർക്കും അറിയില്ല. അങ്ങനെയാണ്, നോമ്പുമാണ്, നല്ല വെയിലുമാണ്, പിന്നെ കുറേ നടക്കേണ്ടിയൊക്കെ വരും, അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ആദ്യം തന്നെ കയറിയത് ഫാഷൻ ഫാക്ടറിയിലാണ് കേട്ടോ, നടക്കാവുള്ള. അപ്പോൾ അങ്ങോട്ട് കയറി. അപ്പോൾ അവിടെ കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ നിന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പോയി പോയപ്പോൾ ആണ് മനസ്സിലായത് നമുക്ക് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ളതൊന്നുമില്ല. എനിക്ക് ഈ ഗേൾസിൻ്റെ ഈ സെക്ഷനിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇടുന്ന ടൈപ്പല്ല, ഞാൻ ഉദ്ദേശിച്ച ടൈപ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും എടുക്കാമെന്ന്. അങ്ങനെ ഉസ്മാനോടും അതേപോലെ ചാച്ചുവിനോടും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ ചാച്ചു എടുക്കുകയാണ് ഗൈസ്. അപ്പോൾ നോക്കി, പക്ഷേ ചാച്ചുവിനും എന്താ പറയുക, വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഈ ഷോപ്പിംഗ് എന്ന് പറയുമ്പോഴേ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങും, ഒരു സ്ഥലത്ത് കയറും, പിന്നെ അവിടുന്ന് കുറച്ച് വലിച്ചിടും, പിന്നെ വേറെ സ്ഥലത്തേക്ക് കയറും. അങ്ങനെയാണല്ലോ. ഇങ്ങനെ നമ്മൾ അവസാനം എസ് എമ്മിലേക്ക് എത്തി കേട്ടോ. എത്തിയപ്പം എമ്മിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എന്താ പറയുക, മാക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറിയിട്ട് ഉമ്മാക്കും അതേപോലെ ഇത്താത്തക്കും മാക്സി എടുക്കാമെന്ന് വിചാരിച്ചു. മാക്സിയുടെ ഷോപ്പ് എടുക്കാനോ, ഓക്കെ, മാക്സി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടുന്ന് ഉമ്മാക്കും ഇത്താത്തക്കുള്ള മാക്സി എടുത്തിട്ട്, പിന്നെ ഇനി മമ്മിക്ക് മാക്സി എടുക്കണം. അതേപോലെ മമ്മി ഈ കോട്ടൻ്റെ മാക്സി അല്ല ഇടുക, ഒരു ബനിയൻ ക്ലോത്ത് ടൈപ്പാണ് മാക്സി ഇടുക. അപ്പോൾ മമ്മിക്ക് ബനിയൻ ക്ലോത്ത് എടുക്കണം, അവിടെ ബനിയൻ ക്ലോത്ത് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പോയത് അയാനിക്ക് ഡ്രസ്സ് എടുക്കാനാണ്. പിന്നെ നമ്മൾ പോയ സമയത്ത് അവിടെ കരണ്ടൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് തന്നെ പർദ്ദൻ്റെ ഉള്ളിൽ പുഴുങ്ങിയ അവസ്ഥയായിരുന്നു. അങ്ങനെ ചൂടായിരുന്നു കേട്ടോ. പിന്നെ ആ ചൂടത്താണ് നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയത്. പിന്നെ അയാൻക്കും സിദ്ധാനിക്കും എടുത്ത ഡ്രസ്സ് എന്താ പറയുക, ബർത്ത്ഡേക്കുള്ള ഡ്രസ്സാട്ടോ. സിദ്ധാനിക്കും അയാൻക്കും ഈദിനേക്കുള്ള ഡ്രസ്സ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പിങ്ങിൽ നിന്ന്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ബില്ല് അടക്കാൻ നേരത്താണ് കറണ്ട് വന്നത്. അങ്ങനെ കറണ്ട് വന്ന് ബില്ലൊക്കെ അടച്ചിട്ട് നമ്മൾ നേരെ പോയത് ചാച്ചുവിന് ഷർട്ടും അതേപോലെ പാൻറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ പോയി. ചാച്ചു അവിടെ നിന്നൊരു പാൻറ്റും ഷർട്ടും എടുത്തു. അപ്പം ഞാനും കട്ട പോസ്റ്റായിരുന്നു കേസ്. കാരണം ചാച്ചുവിന് ഷർട്ടൊക്കെ എടുക്കാൻ സെലക്ട് ചെയ്ത് കൊടുക്കാനും എങ്ങനെയുണ്ടെന്നൊക്കെ പറയാനൊക്കെ ഉസ്മാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ ഇരുന്നിട്ടാണ് നോമ്പ് തുറന്നത് കേട്ടോ. നമുക്ക് അവിടുന്ന് ലൈമിൻ്റെ വെള്ളമല്ല, ലൈം തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞാൻ കഷ്ടപ്പെട്ട് നോമ്പെറുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നോമ്പെറുക്കാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ഒരു ഷവർമയും അതേപോലെ ഒരു ചിക്കും ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി വേറൊരു ഷോപ്പിൽ പോയിട്ട് ഇരുന്ന് നോമ്പ് തുറന്നു. നല്ല തിരക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ എല്ലാവരും ഞാൻ വിചാരിക്കുന്ന പോലെ വിചാരിക്കുന്നതുകൊണ്ട് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു. ഇങ്ങനെ പിന്നെ ഒരുപാട് സമയം അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കിട്ടിയത് എടുത്തിട്ട് നോമ്പൊക്കെ തുറന്ന് റാഹത്താക്കി. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്ത് ഡ്രസ്സ് നോക്കിയെന്ന് തോന്നുന്നു. അങ്ങനെ ചാച്ചു ഡ്രസ്സ് എടുത്ത്, അതേപോലെ അയാൻക്കും ഡ്രസ്സ് എടുത്തു. അവർക്ക് രണ്ടുപേർക്കും നമ്മൾ ഡ്രസ്സ് എടുത്തു. ഇനി ഉസ്മാൻ എടുക്കണം, എനിക്ക് എടുക്കണം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അയാനിക്കിത് ഈ പമ്പരല്ല, ഇതിനെന്താ പറയുക, ഈ സാധനം വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സാധനം വാങ്ങി മൂപ്പര് അതും കൊണ്ട് SM സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് കേസ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ മമ്മിക്കാണ് കേട്ടോ മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. മമ്മിക്ക് ബനിയൻ ക്ലോത്ത് തന്നെയാണ് വേണ്ടിയത്. അപ്പം ബനിയൻ ക്ലോത്ത് മാക്സി എല്ലായിടത്തും ഇല്ല, ഉള്ളിടത്ത് പോയിട്ട് അവസാനം നമ്മൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഡ്രസ്സ് നോക്കി, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉസ്മാനും നോക്കി. പക്ഷേങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഈ ദിവസം ഞാൻ എടുത്തില്ലായിരുന്നു. ഞാനൊരു ടോപ്പ് മാത്രം എടുത്തു. ഉസ്മാന് ആണെങ്കിൽ ഷർട്ട് എടുത്തില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കാരണം വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നോമ്പ് വന്നിട്ട് മര്യാദക്കൊന്നും കഴിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ നഹദിക്ക് പോയപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ടു. കാരണം അത്രയും തിരക്ക് അവിടെ. പിന്നെ നോമ്പായതുകൊണ്ടാണ് അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ ആദ്യം അവിടെ പോയിട്ട് പേരൊക്കെ കൊടുത്തിട്ട് എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ പറയണം. റഹ്മത്ത് പോലെ ആയിട്ടുണ്ട് സംഭവം ശരിക്കും പറയുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ എന്നാൽ ടൈം ആവണ വരെ വെറുതെ ഇരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അടുത്ത കടയിൽ പോയിട്ട് ഒരു ഫ്രഷ് ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോന്നു. പിന്നെ അൽഹംദുലില്ലാ സീറ്റ് കിട്ടി മക്കളെ, സീറ്റ് കിട്ടി. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ചാച്ചു കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നല്ല ഗൈസ്, അൽഫാം വേണോ അതോ സാധാ നോർമൽ മന്തി വേണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ നോർമൽ മന്തി പറഞ്ഞ് നമുക്ക് നോർമൽ മന്തി കൊണ്ടുപോയി തന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് എന്തോ നോർമൽ മന്തിയാണ് ഇഷ്ടം. മീൻസ് സാധാ കുഴിമന്തി, ചിക്കൻ മന്തി അൽഫാം മന്തിനേക്കാളും ഇഷ്ടം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അയാൻ എന്തോ ഭാഗ്യത്തിന് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അയാൾക്ക് വേഗം ഫുഡ് കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനിടയ്ക്ക് അയാൻ ഫോൺ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് പിന്നെ മന്തിൻ്റെ മേക്കെല്ലാം ക്യാമറമേലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കളർ കാണുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അയാൻ്റെ ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അയാനും എടുത്തു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ വേഗം പോവുകയാണ്. ഇനി നേരെ വൈകിയാൽ ചിലപ്പോൾ എനിക്ക് നല്ലൊരു കോളായിരിക്കും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഡ്രസ്സ് കാണിക്കുന്ന വീഡിയോ ഞാൻ വേറെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ ബൈ. സീ യു.